പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിലെ CM പങ്കിൻ്റെ സെഗ്മെൻറ്റിൽ എന്താണ് CM പങ്ക് പറഞ്ഞത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ ബ്രൗളിംഗ് ബ്രൂട്ട്സ് എന്ന് പറയുന്ന ഫാക്ഷനിലെ അംഗമായിരുന്ന റിഡ്ജ് ഹോളൻഡ് NXTയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു അനൗൺസ്മെൻറ്റ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ്, മുൻ ബ്രൗളിംഗ് ബ്രൂട്ട്സ് അംഗമായിരുന്ന റിഡ്ജ് ഹോളൻഡ് ഇന്ന് നടന്ന NXT വീക്കിലി എപ്പിസോഡിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റിഡ്ജ് ഹോളൻഡിൻ്റെ സെഗ്മെൻറ്റ് വളരെ ഇമോഷണൽ ആയിരുന്നു. റിഡ്ജ് ഹോളൻഡ് പറഞ്ഞത് താൻ കുറച്ചധികം കാലത്തേക്ക് റിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതായത് വിരമിക്കലല്ലാത്ത ഒരു വിരമിക്കലാണ് നിലവിൽ റിഡ്ജ് ഹോളൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഞ്ചുറിയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണം റിഡ്ജ് ഹോളൻഡ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും തളർന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്നാണ് റിഡ്ജ് ഹോളൻഡ് പങ്കുവെക്കുന്നത്. റിഡ്ജ് ഹോളൻഡിൻ്റെ നിലവിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു റെസ്ലർ എന്നുള്ളതാണ്. അതായത് എതിരാളികൾക്ക് പരിക്ക് പറ്റുന്നു റിഡ്ജ് ഹോളൻഡിൻ്റെ ഒപ്പം മത്സരിക്കുമ്പോൾ എന്നുള്ള ഒരു രീതിയിലാണ് സ്റ്റോറി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് റെസ്ലേഴ്സും തൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നവരും റിഡ്ജ് ഹോളൻഡിനെ ആ ഒരു കണ്ണിലൂടെയാണ് കാണുന്നത്. താനൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റെസ്ലറാണ്, എല്ലാവരുടെയും ജീവന് ആപത്താണ് എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇനി കുറച്ച് കാലത്തേക്ക് റിങ്ങിലൊന്നും കയറാൻ സാധിക്കില്ല. താൻ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചധികം കാലത്തേക്ക് താൻ ഇനി മാറി നിൽക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിഡ്ജ് ഹോളൻഡ് നിലവിൽ അനൗൺസ്മെൻറ്റ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റോറി ലൈൻ്റെ ഭാഗമാണോ അതോ റിയൽ ആയിട്ട് റിഡ്ജ് ഹോളൻഡ് മാറി നിൽക്കാനുള്ള തീരുമാനം എടുത്തതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ബിഗി എന്ന് പറയുന്ന മുൻ WWE ചാമ്പ്യൻ ഇഞ്ചുറി ആയി മാറി നിൽക്കുന്നത് റിഡ്ജ് ഹോളൻഡിൻ്റെ ഒരു മൂവ് കാരണമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് റിഡ്ജ് ഹോളൻഡിന് കുറേയധികം നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കേൾക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ബ്രൗളിംഗ് ബ്രൂട്ട്സ് എന്ന് പറയുന്ന ഫാക്ഷൻ തകരുന്നതും പിന്നീട് റിഡ്ജ് ഹോളൻഡ് NXTയിലേക്ക് എത്തുന്നതും. നിലവിൽ റിഡ്ജ് ഹോളൻഡ് ആണെങ്കിൽ NXTയിൽ നിന്നും മാറി നിൽക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മിക്കവാറും സ്റ്റോറി ആകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട്. അതാണെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള റിഡ്ജ് ഹോളൻഡിൻ്റെ ഒരു റിട്ടേണും NXTയിൽ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, CM പങ്ക് റോ എപ്പിസോഡിൽ വന്നിട്ട് എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. CM പങ്കിൻ്റെ സെഗ്മെൻറ്റിൽ ഡ്രൂ മാക്കിൻറ്റയറും നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസും എല്ലാം ഇൻവോൾവ് ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ CM പങ്കിൻ്റെ പ്രൊമോയിൽ CM പങ്ക് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൻ റെയിൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. റോമനെ കുറിച്ച് പറയുന്നത് ഭാവിയിൽ CM പങ്കും റോമനും തമ്മിലുള്ള ഒരു മത്സരം കാണാൻ സാധ്യത ഉണ്ടെന്നുള്ളത് പങ്ക് പറയുന്നതോട് കൂടിയിട്ടാണ്. റോക്കിനെ സംബന്ധിച്ചും CM പങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. റോക്ക് തൻ്റെ പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റുകളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് റോക്കിനെയും മെൻഷൻ ചെയ്തത്. പിന്നീടാണ് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഡ്രൂ മാക്കിൻറ്റയർ കയറി വരുന്നതും റസൽമേനിയയിൽ ഫ്രണ്ട് റോ സീറ്റ് CM പങ്കിന് ഡ്രൂ മാക്കിൻറ്റയർ ഒരു ഇൻവിറ്റേഷൻ പോലെ കൊടുക്കുന്നതും. എന്നാൽ CM പങ്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നീട് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് സെത്തും കയറി വരുന്നുണ്ട്. അവസാനം CM പങ്ക് പറയുന്നത് റസൽമേനിയയിലെ ഈ സെത്ത് വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കമൻറ്റേറ്ററായിട്ട് ആ മത്സരം വീക്ഷിക്കാൻ കമൻട്രി ടേബിളിൽ താൻ ഉണ്ടായിരിക്കുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റ് CM പങ്ക് പങ്കുവെക്കുന്നതിലൂടെ CM പങ്കിൻ്റെ റസൽമേനിയ പ്ലാൻ എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും CM പങ്കിൻ്റെ പ്രൊമോയിൽ അദ്ദേഹം പറയുന്നില്ല. കൂടാതെ CM പങ്കിൻ്റെ ഈ ഒരു പ്രൊമോയെല്ലാം കഴിഞ്ഞ റോ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ റസ്ലിംഗ് ലോകത്ത് നടക്കുന്ന ചെറിയൊരു ചർച്ച എന്ന് പറയുന്നത് CM പങ്ക് അൺസ്ക്രിപ്റ്റഡ് ആയിട്ട് കുറച്ച് വാക്കുകൾ ആ ഒരു പ്രൊമോയിൽ ഉപയോഗിച്ചു എന്നുള്ള തലത്തിലാണ്. അപ്പോൾ അത് വിൻസ് മിക്മാനെ ഇൻഡയറക്റ്റായി CM പങ്ക് മെൻഷൻ ചെയ്തത് ഒക്കെ അതൊന്നും സ്ക്രിപ്റ്റിലല്ലാത്ത കാര്യങ്ങളായിരുന്നു. കൂടാതെ CM പങ്കിൻ്റെ ഈ ഒരു പ്രൊമോ സെഗ്മെൻറ്റ് അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം CM പങ്ക് എടുത്തു എന്നുള്ളതും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊന്നും CM പങ്കിൻ്റെ ബാക്ക് സ്റ്റേജിൽ വലിയ ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടില്ല. CM പങ്കിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് ഓവറോൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. CM പങ്കും ഹാപ്പിയാണ്. പക്ഷേ CM പങ്ക് അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സിലേക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ കടന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റസൽമേനിയയിൽ CM പങ്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. സെത്ത് വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ സാധ്യത എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.